ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നും ഞാൻ ഒരു പായസമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സേമിയ പായസം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും സേമിയ പായസം ഉണ്ടാക്കാൻ ആർക്കായി പറയാത്തത് എന്നല്ലേ. 2-3 ആഴ്ച മുമ്പ് ഓട്സ് വാങ്ങിയ സമയത്ത് സേമിയ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടേനു. അപ്പോൾ അത് വെച്ചിട്ടൊരു സേമിയ പായസം ഉണ്ടാക്കുന്നതാണ്. ഏതായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ താരം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ ഉമ്മയെല്ലാം പായസം ഉണ്ടാക്കുമ്പോൾ പാലിൽ കുറച്ച് വെള്ളം ചേർക്കും, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. എനിക്ക് നല്ല റിച്ച് ഫ്ലേവറിൽ പായസമാണ് ഇഷ്ടം. ഇനി പാൽ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പാലടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാര അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. പഞ്ചസാര ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാരമലായി കിട്ടും. ആ സമയം കൊണ്ട് പാല് തിളച്ച് വന്നിട്ടുണ്ടേനു. അതിലേക്ക് 3 ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ലിറ്റർ പാലിന് 3/4 കപ്പ് സേമിയ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള. 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. തിളച്ച് വന്ന പാലിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വന്ന സേമിയ ആയതുകൊണ്ടാണ് ഞാൻ പാലിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ കുറച്ച് പശു നെയ്യിൽ സേമിയ റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് സേമിയം വേവുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ പഞ്ചസാര കാരമൽ ആവാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഏകദേശം കാരമൽ ആയതിനു ശേഷം മാത്രമാണ് ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനു മുമ്പ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല, പഞ്ചസാര കാരമലായി കിട്ടൂല, അത് കട്ട കെട്ടിപ്പോവും കേട്ടോ. പഞ്ചസാര കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ടോഫി സേമിയ പായസമാണ് കേട്ടോ. പഞ്ചസാര കാരമലാക്കുന്നതും അതിലേക്ക് ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതെല്ലാം വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ. എന്നാലേ പെർഫെക്റ്റായിട്ട് ടോഫി ആയിട്ട് കിട്ടുള്ളൂ. ഇനി വേണ്ടുന്നത് കൈവെക്കാണ്ട് ഇളക്കലാണ്. നമ്മൾ കാരമൽ ചെയ്തെടുത്ത പഞ്ചസാരയില്ലേ, അത് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റിക്കായിട്ട് നിൽക്കും, ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ. അന്നേരം പേടിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് എടുത്താൽ അത് രണ്ടും കമ്പൈനായിട്ട് വരും. അങ്ങനെ നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. ടോഫി ആക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ടേനു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ടോഫിയിലെ അത് ഈ സേമിയത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ടോഫി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സേമിയത്തിൻ്റെ കളർ ചേഞ്ച് വരും, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവും കേട്ടോ. ടോഫി ചേർത്തതിന് ശേഷം മധുരം ചെക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച സേമിയത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ടോഫി സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സേമിയ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ.